ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ മൊത്തമായിട്ട് നമുക്ക് 1.5 കപ്പ് ശർക്കരപ്പാനി വേണം. ഒരു 1/2 കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ഏലക്ക കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മിക്സിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1/2 കപ്പ് ശർക്കരപ്പാനി കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ബ്ലെൻഡ് ചെയ്ത മിക്സിലേക്ക് ഇതിലേക്ക് തന്നെ നമുക്കൊരു 2 പഴവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് 1 മണിക്കൂറേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കറുത്ത എള്ളും ചേർത്ത് നന്നായിട്ട് വറുത്ത് ഈ മിക്സിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അല്പം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലും കുറേശ്ശെ നെയ്യും ഒഴിച്ചു കൊടുത്ത്, നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പാകമായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച മാവ് നന്നായി പാകമായി കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. 2 സൈഡും ഒരുവിധം നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യും.